എയർ ഇന്ത്യ വിമാനം തകർന്നത് സംബന്ധിച്ചുള്ള പ്രഥമ റിപ്പോർട്ട് നമ്മയെല്ലാം ആശങ്കപ്പെടുത്തുന്നു. വിമാനം പറക്കാൻ ഒരുങ്ങുമ്പോൾ 3 സെക്കൻഡിനകം, 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1, 2, 3 ഇത്രയും പറയുന്നതിനകം രണ്ട് സ്വിച്ചുകളും ഓഫായി. അതുമൂലം ഈ എഞ്ചിനിലേക്ക് ഇന്ധനം ചെന്നില്ല. അതുകൊണ്ടാണ് വിമാനം തകർന്നു പോയത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അത് വിമാനം എഞ്ചിൻ സ്വിച്ച് വീണ്ടും ഓൺ ചെയ്തു. പക്ഷെ അപ്പോഴത്തേക്ക് വിമാനം ഒരു ഒരു എഞ്ചിനിലേക്ക് ഇന്ധനം ചെന്നുള്ളൂ, മറ്റേ എഞ്ചിനിലേക്ക് ഇന്ധനം ചെന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിമാനം ഉയർന്നില്ല, അത് താഴോട്ട് പതിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് 36 സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. അപ്പം 36 സെക്കൻഡ് കൊണ്ട് ഇപ്പം പൈലറ്റുമാർ മനഃപൂർവ്വം ആ സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ, പൈലറ്റുമാരിൽ ഒരാൾ ഈ 3 സെക്കൻഡ് കൊണ്ട് അത് ഓഫ് ചെയ്യാൻ പറ്റുമോ? 1, 2, 3 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു അല്പസമയം എടുക്കുമല്ലോ. അത്ര പെട്ടെന്ന് അങ്ങ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ചെയ്യുന്ന ഒരു കാര്യം ഉദിക്കുന്നില്ല. ഇനി മനഃപൂർവ്വമല്ല, അബദ്ധത്തിലാണെങ്കിൽ കൂടി 2 സ്വിച്ച് ഈ 3 സെക്കൻഡിനുള്ളിൽ തിരിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരല്പസമയം ഒരു സ്വിച്ച് തിരിച്ച് ഒരല്പം കൂടെ ഒരു 1-2 സെക്കൻഡ് കൂടെ ഒരുപക്ഷെ കഴിഞ്ഞിട്ടായിരിക്കാം അടുത്ത സ്വിച്ച് തിരിക്കുക. അതോ ഇനി 2 കൈയും ഉപയോഗിച്ചോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് തൊട്ടടുത്ത് പൈലറ്റോ അല്ലെങ്കിൽ കോ പൈലറ്റോ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം അയാളും ഇത് കാണുന്നുണ്ട്. ഇനി ഈ വിമാനം പറന്നുയരുന്നതിന് മുമ്പ് തന്നെ സ്വിച്ചിന് എന്തെങ്കിലും കേടുണ്ടായിരുന്നെങ്കിൽ അത് വിമാനത്തിൻ്റെ കമ്പ്യൂട്ടറിൽ കാണിക്കുമായിരുന്നു. കാരണം ഇതെല്ലാം ഏറ്റവും അത്യാധുനികമായിട്ടുള്ള വിമാനമാണ്. നമുക്കറിയാം, കാറിൽ പോലും മിക്കവാറും എല്ലാ സൗകര്യമുണ്ട്. കാറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫ്രണ്ടിൽ ഏകദേശം നമുക്ക് മനസ്സിലാവും, ഏകദേശം അത് കാണിക്കും. എല്ലാ കാര്യവും ഇല്ലെങ്കിൽ പോലും ടയറിന് കാറ്റില്ലെങ്കിൽ കൂടി അത് കാണിക്കാം. അപ്പോൾ വിമാനത്തിൽ, ഇത്രയും അത്യാധുനികമായ ഒരു വിമാനത്തിൽ ഈ സംവിധാനങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പോൾ അത് ഈ എന്തെങ്കിലും കുഴപ്പത്തോടെ ആയിരുന്നുവെങ്കിൽ അത് വിമാനം കാണിക്കുമായിരുന്നു, വിമാനത്തിൻ്റെ കമ്പ്യൂട്ടർ കാണിക്കുമായിരുന്നു. അപ്പം ഈ പറക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. അപ്പോൾ ആ കുഴപ്പമുണ്ടായി എന്നുള്ളത്, എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ പൈലറ്റുമാരത് ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല, അറിയാതെ ചെയ്തു എന്ന്. കാരണം അവർ രണ്ടുപേരും കൂടെ ഏതാണ്ട് 19,000 മണിക്കൂർ രണ്ടുപേരും കൂടി ചേർന്ന് വിമാനം പറത്തിയിട്ടുള്ളവരാണ്. അവരെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നവർ അവിടെ വെച്ച് ആ വിമാനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അബദ്ധമാണെങ്കിൽ ഈ അബദ്ധമല്ല, മനഃപൂർവ്വമാണെങ്കിൽ ആ വിമാനം പറക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇനി അറിയാതെയാണെങ്കിൽ ഈ 2 സ്വിച്ചും ഒരേ സമയത്ത് അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാതെ അങ്ങനെ ചെയ്യാനാവുമോ? കാരണം ഇത്രയും സീസൺഡ് ആയിട്ടുള്ള പൈലറ്റുമാർ അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്രയും മനുഷ്യജീവനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യമാണ്. ഈ ചെയ്യുന്ന ആളുകളുടെയും ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ മലേഷ്യൻ ഫ്ലൈറ്റ് തകർന്നപ്പോൾ വ്യാപകമായി ഉണ്ടായൊരു പ്രചാരണം, ആ പൈലറ്റ് മനഃപൂർവ്വം അയാൾക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്ന അയാൾ മനഃപൂർവ്വം കടലിലേക്ക് ഇടിച്ചിറക്കിയതാണ്. അങ്ങനെയാണ് യാതൊരു സൂചനയും തരാതെ ആ വിമാനം തകർന്നതെന്നാണ് അന്നുണ്ടായ ഒരു തിയറി. അത് വളരെ കാലം അതായിരുന്നു ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്, പൈലറ്റിൻ്റെ കുഴപ്പമാണ്, പൈലറ്റ് ചെയ്തതാണെന്ന്. പക്ഷേ ഈയിടയ്ക്ക് വരുന്നു യു എന്നിൻ്റെ റിപ്പോർട്ട് വരുന്നു, അത് റഷ്യയുടെ മിസൈൽ ചെന്നുകൊണ്ടതാണ് ആ വിമാനം തകർന്നതെന്ന്. റഷ്യ അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും യു എന്നൊക്കെ പറയുമ്പോൾ അത് വെറുതെ പറയില്ലല്ലോ, ഇത്രയും വർഷത്തിന് ശേഷം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ വിമാനത്തിന് ഇതിപ്പം പുറത്തുനിന്ന് ഒരു ആക്രമണമൊന്നും നടക്കാൻ സാധ്യതയില്ല. കാരണം സ്വിച്ചിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വോയിസ് റെക്കോർഡിൽ അതിനെപ്പറ്റി സൂചനയുമുള്ള സംസാരം വന്നത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ പുറത്തുനിന്നുള്ള ഒരു ആക്രമണമൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. ആരെങ്കിലും ആക്രമിക്കാനോ ഒന്നും. ഇനി സ്വിച്ച് പെട്ടെന്ന് 2 സ്വിച്ചും കേടാകുക, റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് എന്ന് പറഞ്ഞത് മാറുക എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാനാവുന്നില്ല. അപ്പം യന്ത്രത്തിന് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് തെറ്റുകൾ യന്ത്രത്തിന് തെറ്റ് വരിക എന്നുള്ളത് അങ്ങനെ വിശ്വസിക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം വിമാനം പോലുള്ളതിന് എല്ലാവിധ സംവിധാനമുള്ള ഒരെണ്ണം പരാജയപ്പെട്ടാൽ മറ്റത് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് വിമാനം നിയന്ത്രിക്കുന്നത് തന്നെ, നിർമ്മിക്കുന്നത് തന്നെ. 100-100 മൈലൊക്കെ എഞ്ചിൻ രണ്ടും തകരാറായാൽ കൂടി പറന്നു പോകത്തക്ക സംവിധാനങ്ങളാണ് ഈ വിമാനങ്ങളിലൊക്കെ ഉള്ളതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഞാൻ വിദഗ്ധനല്ല, പക്ഷേ എന്നാൽ പോലും ഈ റിപ്പോർട്ട് നമ്മളെ ഏറെ അലോസരപ്പെടുത്തുന്നു. നമ്മൾ എന്ത് വിശ്വസിച്ചാണ് വിമാനത്തിൽ കയറുന്നത്? നമ്മൾ വിശ്വസിക്കുന്ന പൈലറ്റുമാരെയാണ് വിശ്വസിക്കുന്നത്. ഈ പൈലറ്റുമാരാരെയാണ് വിശ്വസിക്കുന്നത്? അവരുടെ യന്ത്രത്തെ. ആ യന്ത്രം നല്ലതാണ്,
ആ യന്ത്രം നല്ലതല്ലെങ്കിൽ അവർ ആ വിമാനത്തിൽ വിമാനം ഓടിക്കില്ലല്ലോ. അപ്പോൾ ആ എല്ലാവരുടെയും വിശ്വാസം, ഓരോ വിശ്വാസമുണ്ട്, ആ വിശ്വാസങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ അത് കൃത്യമായൊരു വ്യക്തത വരുത്തുന്ന കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇങ്ങനെ എങ്ങും തൊടാത്ത ചില പരാമർശങ്ങൾ മാത്രം അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആളുകളിൽ അത് ആശങ്കയുണ്ടാക്കുന്നു, അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഇനി പൈലറ്റുമാരാണെങ്കിലും അതിനെതിരെ പ്രതിഷേധവുമായിട്ട് വന്നിട്ടുണ്ട്. അവരെ ആരെയും ഈ അന്വേഷണത്തിനൊന്നും ബന്ധപ്പെടുത്തിയില്ല. അത് അന്വേഷണം സുതാര്യമായിട്ടല്ല നടക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. എന്തായാലും എൻജിൻ തകരാറും മനഃപൂർവ്വം ഒരു എൻജിൻ തകരാറ് ഉണ്ടാവില്ലല്ലോ. നേരെ മറിച്ച് ഈ ബോയിങ് 737 മാക്സ് അതിന് ഡിസൈൻ തകരാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് 2 വിമാനങ്ങൾ തകർന്നു വീഴുന്നത് രണ്ടിടത്ത്. അതിനുശേഷമാണ് അത് കുറേ നാളത്തേക്ക് അത് പറക്കാതിരുന്ന അതിൻ്റെ ഡിസൈൻ തകരാറുകളൊക്കെ പരിഹരിച്ച ശേഷമാണിത് പറക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 787 ഡ്രീം ലൈനർ അതിനങ്ങനെ ഒരു ഡിസൈൻ തകരാറ് ഉള്ളതായിട്ട് അറിയില്ല. അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ കാണുകയുണ്ടായി. എങ്കിലും അത് ഈ പറക്കലിനെ അല്ലെങ്കിൽ സാരമായ ഒരു പ്രശ്നമായിട്ട് ആരും പറഞ്ഞതുമില്ല. എങ്ങനെയായാലും ഇത്തരം അപകടങ്ങളും ഇത്തരം റിപ്പോർട്ടുകളും ഈ വിമാനയാത്രക്കാരായ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നു. നമ്മളൊക്കെ എന്തു വിശ്വസിച്ചാണ് ഈ വിമാനത്തിൽ കയറുന്നത്? തീർച്ചയായിട്ടും പൈലറ്റും അവരുടെ ആ നല്ല മനസ്സും ആ മനുഷ്യരെ അത്രയും ആളുകളുടെ ജീവനെ സംരക്ഷിക്കാനുള്ള ഒരു കടമ അവർക്കുണ്ടെന്ന്, ആ വിശ്വാസം അവർക്കുണ്ടെന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ അതിൽ കയറുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ അറിയേണ്ടതുണ്ട്. 3 സെക്കൻഡിനുള്ളിൽ 2 സ്വിച്ച് ഓഫാക്കുകയൊന്നും സാധ്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് 36 സെക്കൻഡ് കൊണ്ട് വിമാനം തകർന്നു വീഴുകയും ചെയ്തു. അപ്പോൾ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ് എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്.